ഇന്ത്യയിലെ സംഗീത പ്രേമികൾ ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി നെഞ്ചിലേറ്റിയ ഒരു സംഗീത പ്രതിഭ സലിൽ ദാ. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും സംഗീതം നൽകി, ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീതം നൽകി എല്ലാവരുടെയും ആരാധനാപാത്രമായി മാറിയ സലിൽ ചൗധരി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സംഗീത പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് തെന്നിന്ത്യൻ മുകേഷ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ നയൻ ജേഷ, അതോടൊപ്പം ഗോപിക മേനോൻ. ഈ ചെറിയൊരു പരിപാടി നിങ്ങൾക്ക് ആസ്വാദ്യകരമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പം ജെയിംസ് നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. I think we'll start off with the song from the film Anand. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കോമ്പസിഷൻ ഉള്ള ചിത്രമാണ് ആനന്ദ്. അതിൽ തന്നെ തുടങ്ങാം. So we'll start off with Anand. Okay. The song is Kahin Dur Jab Din Dal Jaye. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए चुपके से आए। कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए चुपके से आए। मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए। कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए चुपके से आए। कभी यूं ही जब हुई बोझल सांसें भर आई बैठे बैठे जब यूं ही आंखें। कभी यूं ही जब हुई बोझल सांसें भर आई बैठे बैठे जब यूं ही आंखें। तभी मचल के प्यार से चल के छुए कोई मुझे पर नजर न आए, नजर न आए। कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए चुपके से आए। कहीं तो ये दिल कभी मिल नहीं पाते, कहीं पे निकल आए जन्मों के नाते। कहीं तो ये दिल कभी मिल नहीं पाते, कहीं पे निकल आए जन्मों के नाते। घनी थी उलझन बेरी अपना मन, अपना ही होके सहे दर्द पर आए, दर्द पर आए। कहीं दूर जब दिन ढल जाए, सांझ की
दुल्हन बदन चुराए चुपके से आए। दिल जाने मेरे सारे वेद ये गहरे हो गए कैसे मेरे सपने सुनहरे। दिल जाने मेरे सारे वेद ये गहरे हो गए कैसे मेरे सपने सुनहरे। ये मेरे सपने यही तो है अपने, मुझसे जुदा ना होंगे इनके ये साए, इनके ये साए। कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए। मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए। कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए। Thank you. So, James Atta, I think with this wonderful song, Rajesh Khanna was coming up the ladder, so he was already on the top. Surely, because ആ സമയത്ത് അമിതാഭ് ബച്ചനൊക്കെ വരുന്നേ ഉള്ളൂ. രാജേഷ് ഖന്ന ഫെയ്ഡിങ് അവേ എന്ന് പറയാം. അപ്പോഴത്തേക്ക് രാജേഷ് ഖന്ന ഫെയ്ഡ് ചെയ്ത് തുടങ്ങി. അമിതാഭ് ബച്ചൻ്റെ വരവോടുകൂടി രാജേഷ് ഖന്ന ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചൊരു ചിത്രമാണ് ആനന്ദ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം. അത്ര തന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ആ പാട്ടുകളെല്ലാം തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പാട്ടുകളായിരുന്നു, സൂപ്പർ ഹിറ്റ് പാട്ടുകളും. പിന്നെ ഐ തിങ്ക് വാട്ട് ടു സേ സലീൽദന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂവി വാസ് മധുമതി, റൈറ്റ്? ഓഫ് കോഴ്സ്. കാരണം ബംഗാളി ഫിലിംസിൽ മ്യൂസിക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചതെങ്കിലും പ്രശസ്തനാവുന്നത് ഹിന്ദി ചലച്ചിത്ര രംഗത്ത് ഫിലിം മ്യൂസിക് ചെയ്തിട്ടാണ്. അതിൽ തന്നെ നമ്പർ 1 എന്ന് പറയാവുന്നത് മധുമതി തന്നെയാണ്. കാരണം അതിലെ ഓരോ പാട്ടുകളും എടുത്തു പറയാവുന്ന നിരവധി പാട്ടുകളുണ്ട്. അതിൽ പാടിയിട്ടുള്ളത് മുഹമ്മദ് റാഫി പാടിയിട്ടുണ്ട്, മുകേഷ് പാടിയിട്ടുണ്ട്, ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ എല്ലാവരും പാടിയിട്ടുണ്ട്. അതിമനോഹരമായ ഗാനങ്ങൾ. ആ സമയത്ത് ആ ചിത്രത്തിനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു ഭാഗം പാട്ടുകൾ കൂടിയാണ്. അപ്പം നമുക്ക് ആ മൂവിന് ഒരു ഡ്യുവറ്റ് പാടിയാലോ? തീർച്ചയായിട്ടും. നമ്മളെ കൂടെ ഗോപിക മേനോൻ ഉണ്ടല്ലോ. दिल तड़प तड़प के कह रहा है आ भी जा, तू हमसे आँख ना चुरा, तुझे कसम है आ भी जा। दिल तड़प तड़प के कह रहा है आ भी जा, तू हमसे आँख ना चुरा, तुझे कसम है आ भी जा। दिल धड़क धड़क के दे रहा है सदा, तुम्हारी हो चुकी हूँ मैं, तुम्हारे पास हूँ सदा। तू नहीं तो ये बहार क्या बहार है, गुल नहीं खिले के तेरा इंतजार है। तू नहीं तो ये बहार क्या बहार है, गुल नहीं खिले के तेरा इंतजार है, कि तेरा इंतजार है, कि तेरा इंतजार है। दिल तड़प तड़प के कह रहा है आ भी जा, तू हमसे आँख ना चुरा, तुझे कसम है आ भी जा। दिल धड़क धड़क के दे रहा है सदा,
तुम्हारी हो चुकी हूँ मैं, तुम्हारे पास हूँ सदा। तुमसे मेरी जिंदगी का ये सिंगार है, जी रही हूँ मैं कि मुझको तुमसे प्यार है। तुमसे मेरी जिंदगी का ये सिंगार है, जी रही हूँ मैं कि मुझको तुमसे प्यार है, कि मुझको तुमसे प्यार है, कि मुझको तुमसे प्यार है। दिल तड़प तड़प के कह रहा है आ भी जा, तू हमसे आंखें ना चुरा, तुझे कसम है आ भी जा। दिल धड़क धड़क के दे रहा है ये सदा, तुम्हारी हो चुकी हूँ मैं, तुम्हारे पास हूँ सदा। मुस्कुराते प्यार का असर है हर कहीं, हम कहाँ है दिल किधर है कुछ खबर नहीं। मुस्कुरात प्यार का असर है हर कहीं, हम कहाँ है दिल किधर है कुछ खबर नहीं। किधर है कुछ खबर नहीं, किधर है कुछ खबर नहीं। दिल तड़प तड़प के कह रहा है आ भी जा, तू हमसे आंखें ना चुरा, तुझे कसम है आ भी जा। दिल धड़क धड़क के दे रहा है ये सदा, तुम्हारी हो चुकी हूँ मैं, तुम्हारे पास हूँ सदा। दिल धड़क धड़क के दे रहा है ये सदा, तुम्हारी हो चुकी हूँ मैं, तुम्हारे पास हो सदा। ജെയിംസേട്ടാ, നമ്മളെ ബോളിവുഡ് മൂവീസിൻ്റെ മാതിരി തന്നെ സലീൽദ വാസ് വെരി ഫേമസ് ഫോർ മലയാളം മൂവീസ് ഓൾസോ. തീർച്ചയായിട്ടും അല്ലേ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ? മലയാളം മൂവി എന്ന് പറഞ്ഞാൽ ചെമ്മീനിലേക്കാണ് ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത്. ആ ചെമ്മീൻ എന്നുള്ള ഒരു പടം കൊണ്ട് തന്നെ മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ, അതിമനോഹരമായ ഗാനങ്ങൾ. അതിൽ മാനസമൈനെ വരൂ, മന്നാടെ കൊണ്ട് പാടിപ്പിച്ചതും. അന്നൊക്കെ സംഗീത സംവിധായകർക്കൊരു രീതി എന്താണെന്ന് വെച്ചാൽ അവരൊരു പാട്ട് കമ്പോസ് ചെയ്താൽ അത് ആര് പാടണം എന്നുള്ളത് അവർ തീരുമാനിക്കും. അതിന് സൂട്ടാവുന്ന വിധത്തിലാണ് അവർ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് മന്നാടെ പാടണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് മന്നാടെ കൊണ്ട് പാടിച്ചു. ആ പാട്ട് ഇന്നും പുതുമ നഷ്ടപ്പെടാതെ മലയാളികളെ കദളി ചെങ്കദളി കദളി അത് ലതാ മങ്കേഷ്കറെ കൊണ്ട് പാടിച്ചത്. അതും സലീലിൻ്റെ ആണോ? അതെ അതെ, അദ്ദേഹം. കാരണം അദ്ദേഹം ആര് പാടണം എന്നുള്ളതിനേക്കാൾ ഉപരി ആ പാട്ടിന് യോജിക്കുന്ന ആളെ പാടിക്കണം എന്നുള്ള അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ നമുക്കൊരു മലയാളം പാട്ടായാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഒരുപാട് മലയാള ചെമ്മീനിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരുപാട് മലയാളം, എനിക്ക് തോന്നുന്നു ഏകദേശം 50-നടുത്ത് മലയാളം മൂവീസിന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്നത് തുമ്പോളിക്കടപ്പുറം. അതുവരെ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. അതിൽ പല ഗാനങ്ങളും ഹിന്ദിയിൽ നിന്ന് മൊഴിമാറി വന്നിട്ടുള്ളതാണ്. അതല്ലാതെ നല്ല മലയാള തനിമയുള്ള ഗാനങ്ങളും ഒരുപാട് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മലയാളികൾക്ക് എപ്പോഴും മൊത്തം മലയാളം പാട്ടുകളെടുത്ത് ഒരു 10 ഏറ്റവും നല്ല ഗാനങ്ങളെടുത്താൽ അതിൽ 3-4 എണ്ണം സലീൽദയുടെ പാട്ടുകളായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗോപിക ഏതാ പാടുന്നത്? ഞാൻ സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയിലെ കാണാക്കുയിലെ പറഞ്ഞ പാട്ടാണ്. അത് കേൾക്കാം നമുക്ക്. കാണാക്കുയിലേ പാടൂ പാടൂ
മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. വയണപ്പൂ ചൂടുന്ന കാടിതോ വാസന്തിപ്പൂ ചൂടുന്ന കാവേരോ. വയണപ്പൂ ചൂടുന്ന കാടിതോ വാസന്തിപ്പൂ ചൂടുന്ന കാവേരോ. വയലമവളക്കും കിളിയേ തരുമോ നിൻ കുഴൽ താമരപ്പൂന്തേ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. വെരി ഗുഡ് ഗോപിക. എന്താ കമ്പോസിഷൻ അല്ലേ ജെയിംസ് ഏട്ടാ? തീർച്ചയായിട്ടും. അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്, 24 പർഗനാസിലാണ് ജനിച്ചതെങ്കിലും കുട്ടിക്കാലമൊക്കെ ചിലവഴിച്ചിട്ടുള്ളത് അധികം ആസാമിൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് ആസാമിലെ ടീ എസ്റ്റേറ്റിൽ ജോലിയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആ പ്രാദേശിക സംഗീതങ്ങൾ അതൊക്കെ അത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടീ എസ്റ്റേറ്റിൽ ഒരുപാട് യൂറോപ്യൻസും വെസ്റ്റേൺ പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് വെസ്റ്റേൺ മ്യൂസിക്കും നല്ലപോലെ കേട്ട് അതും എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോഴുള്ള രീതി എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനി രാഗത്തിൽ വളരെ ഭംഗിയായിട്ട് പാട്ട് ട്യൂൺ ചെയ്യുക. അത് കഴിഞ്ഞ് ഓർക്കസ്ട്രേഷൻ വരുമ്പോൾ അത് വെസ്റ്റേണൈസ്ഡ് ആണ്. അതാണ് ആ പാട്ടുകളുടെ അത് രണ്ടും കൂടിയുള്ള ആ ബ്ലെൻഡ്, അത് അതിൻ്റെ ആ വൈദഗ്ധ്യമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ലൈഫ് കൊടുക്കുന്നത്. നമ്മളൊരു പാട്ട് വെക്കുമ്പോൾ അത് സലീലിന്റെ കമ്പോസിഷൻ ആയിരിക്കും തോന്നും. കാരണം മറ്റുള്ളവരൊക്കെ ആ ഇന്ത്യൻ അതേ രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെസ്റ്റേണൈസ്ഡ് ആണ് പലപ്പോഴും ഈ മ്യൂസിക് ഓർക്കസ്ട്ര ചെയ്യുന്നത്. അതൊരു വലിയ വ്യത്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക്, തുടക്കം തൊട്ട് അവസാനം വരെ ആ പാട്ടുകൾക്കൊക്കെ. ആ ബംഗാളിലെയും ആസാമിലെയൊക്കെ നാടൻ ശൈലികൾ പാട്ടുകൾ പലതും അതാണ്, അവിടുത്തെ ഫോക്ക് സോങ്സ് അതൊക്കെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്. പക്ഷേ ഓർക്കസ്ട്രേഷൻ വരുമ്പോൾ അത് രണ്ടും കൂടിയുള്ള സമന്വയിപ്പിക്കലാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അതാണ് അതിഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വരി മലയാളം മന്നാടേൻ്റെയും കൊണ്ട് പാടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മാനസമൈന. അപ്പോൾ അപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ദാറ്റ് ഈസ് മന്നാടേൻ്റെ ഒരു ഗംഭീര പാട്ട്. അഗെയിൻ ഇറ്റ് ഈസ് ഓൺ രാജേഷ് ഖന്ന, ജിന്ദഗി കേസി ഹെ പഹേലിയായ. ഏതായിരുന്നു മൂവി അത്? ആനന്ദിൽ. അഗെയിൻ വൺസ് അഗെയിൻ ആനന്ദ്, സൂപ്പർ മൂവി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഗായകരെ കൊണ്ട് പാടിക്കണമെന്ന് അവർ തീരുമാനിക്കും. പിന്നെ അത് ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറഞ്ഞാൽ മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല. അന്നത്തെ രോഷൻ, മറ്റേ എസ് ഡി ബർമൻ, സലിൽദ ഇവരൊക്കെ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് രാജേഷ് ഖന്ന പാടുമ്പോൾ കിഷോർ കുമാറാണ് വരേണ്ടത്. അത് മാത്രമല്ല അതേ ഫിലിമിൽ തന്നെ രാജേഷ് ഖന്ന മറ്റ് 2 പാട്ട് മുകേഷാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഇത് മന്നാടയാണ് പാടേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം മന്നാടയെ കൊണ്ട് പാടിച്ചു. അത് എന്താ പറയുക, അത് ഇനി വേറൊരാൾ പാടുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ലെറ്റ് us try that song. Sure. ജിന്ദഗി कैसी है पहेली हाय.
जिंदगी कैसी है पहेली हाय, कभी तो हंसाए कभी रुलाए। जिंदगी कैसी है पहेली हाय, कभी तो हंसाए कभी रुलाए। कभी देखो मन नहीं जागे, पीछे पीछे सपनों के भागे। कभी देखो मन नहीं जागे, पीछे पीछे सपनों के भागे। एक दिन सपनों का राही चला जाए सपनों से आगे कहाँ। जिंदगी कैसी है पहेली हाय, कभी तो हंसाए कभी रुलाए। जिन्होंने सजाए यहाँ मेले, सुख दुख संग संग जेले। जिन्होंने सजाए यहाँ मेले, सुख दुख संग संग जेले। वही चुन कर खामोशी यूं चले जाए अकेले कहाँ। जिंदगी कभी तो हंसाए कभी ये रुलाए। Thank you. So that was Mannade. മന്നാടെ. A super composition. സലിൽദ മന്നാടെ അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ല, പക്ഷേ പാടിയത് ഒന്ന് മതി, അത്ര മനോഹരമായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ്. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമായിരുന്നില്ല, മ്യൂസീഷ്യൻ മാത്രമായിരുന്നില്ല, ഒരു ലിറിസിസ്റ്റ്, ഗാനരചയിതാവ്, സ്റ്റോറി റൈറ്റർ, ഇൻസ്ട്രുമെന്റ്സ് പലതും വായിക്കായിരുന്നു. ഫ്ലൂട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പലതും വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ ഈ കേരളത്തിൽ KPSC പോലെ ബംഗാളിലുണ്ടായിരുന്നതാണ് ഇപ്റ്റ, ഒരു സംഘടന. അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ എല്ലാ വിധത്തിലും ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയാവുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു സലിൽദ. അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകേഷും ലതാ മങ്കേഷ്കറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകർ. ലതാ മങ്കേഷ്കറുടെ അവർ തന്നെ പറയുന്ന അവരുടെ ഏറ്റവും മികച്ച ഗാനങ്ങൾ എടുത്ത് അതിലൊന്ന് സലിൽദയുടെ പാട്ടാണ്. ഒന്നിലധികം ഉണ്ടാവാം, കാരണം മധുമതിയിലെ ആചാര്യ, അതുപോലെ ബർക്ക ബഹാറായി ആ ഫിലിം, സോറി ആ പാട്ട്, അതൊക്കെ അത്രയും ലതാ മങ്കേഷ്കർ തന്നെ അത്രയും വാല്യൂ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പം നമുക്കൊരു ദ നൈറ്റിംഗേൽ ലതാ മങ്കേഷ്കറിൻ്റെ ഒരു പാട്ട് ഗോപികൻ്റെ കൊണ്ട്, ഐ തിങ്ക് ഓ സജ്ജന, വണ്ടർഫുൾ നമ്പർ, അത് കേൾക്കാം നമുക്ക്. ഓ സജ്ജന. ओ सजना ओ सजना बरखा
की पुहार लाई, अखियों में प्यार लाई ओ सजना। तुमको पुकारे मेरे मन का पपियारा, तुमको पुकारे मेरे मन का पपियारा, मीठी मीठी आंगनी में जले मोरा जियारा ओ सजना। बरखा बहार आई, रस की पुहार लाई, अखियों में प्यार लाई ओ सजना। ऐसी रिमझिम में ओ सजन, प्यासे प्यासे मेरे नयन तेरे ही ख्वाबों में खो गए। ऐसी रिमझिम में ओ सजन, प्यासे प्यासे मेरे नयन तेरे ही ख्वाबों में खो गए। सावनी सलोनी खटा जब जब छाए, सावनी सलोनी खटा जब जब छाए, अखियों में रहना गए, निंदिया ना आए ओ सजना। बरखा बहार आई, रस की पुहार लाई, अखियों में प्यार लाई ओ सजना। बरखा बहार आई, रस की पुहार लाई, अखियों में प्यार लाई ओ सजना। ഓ വെരി ഗുഡ് ഗോപിക. ഗോപികക്ക് അതിശയുണ്ടാവും ജെയിംസ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഓരോ പാട്ടിന് പറ്റിയിട്ടും മ്യൂസിക് ഡയറക്ടറെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. കുറച്ച് കാലം മുമ്പേ തന്നെ ജെയിംസ് ചേട്ടൻ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, എ ബുക്ക് ഓൺ ബോളിവുഡ്. അതിലെല്ലാ ആക്ടേഴ്സും സിംഗേഴ്സും എല്ലാവരും ഫിലിംസിൻ്റെ പറ്റിയിട്ടും അപ്പോൾ ഒരു എൻസൈക്ലോപീഡിയയാണ്. പുള്ളി മ്യൂസിക്കും ഫിലിമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയാണ് സ്പെഷ്യലി ജെയിംസ് ചേട്ടനെ ഞാൻ ഇന്ന് ക്ഷണിച്ചത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ വന്ന് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് അല്ലേ. നമുക്ക് പെട്ടെന്ന് പാട്ടിൻ്റെ പറ്റി മാത്രമേ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുള്ളൂ. ഈ ചില സംഗതികൾ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് മിസ് ചെയ്തു. നീ പാടിയ മറ്റു മലയാളം പാട്ട് ഗംഭീര പാട്ടായിരുന്നു. ഏതാ? കാണാക്കുയില്ല. പക്ഷെ ആരായിരുന്നു പാടിയ? അസിജാനകിയ? യാ, ആ വോയിസിൻ്റെ എനിക്കിങ്ങനെ അതായത്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ജെയിംസ് ചേട്ടനെ കാണാപ്പാടായിരിക്കേ. ആ പാട്ടിനോടുള്ള താല്പര്യം കൊണ്ട് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഫോക്കസ്ഡ് ആവില്ല, പാട്ടിലേക്കായിരിക്കും ഫോക്കസ്. ഇത് പാടാനറിയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പാട്ടിനെ പറ്റി മനസ്സിലാക്കാനും അറിയാനും അത് സ്വാഭാവികമായിട്ട് അതിനോടനുബന്ധിച്ച് ഫിലിംസ് ഒക്കെ അറിയാനുള്ളൊരു ഇതുണ്ടല്ലോ, ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അത്രയും ഇതായിട്ട് ഇതിനെപ്പറ്റി. പിന്നെ ജെയിംസ് ചേട്ടൻ ബാങ്ക്മെൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കാലം മുതൽക്ക് തന്നെ എന്താ പറയുക, എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക്മെൻസിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് നമ്മൾ കുറേ ഷോസ് നീയും വന്നിട്ടുണ്ട്. യാ അല്ല, നിങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ടാണ് അത്ര നല്ല ഷോസ് നടത്താൻ പറ്റിയിട്ടുള്ളത്. അതാണ് വാസ്തവം ശരിക്കും. കാരണം ഞങ്ങളുടെ ഷോസ്, ബാങ്ക്മെൻസ് ക്ലബിൻ്റെ ഷോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ലോ ബഡ്ജറ്റിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ വളരെ ചെറിയ തോതിൽ നടത്തുന്നത്. അതിൽ നിങ്ങളൊക്കെ വന്ന് പാടി തന്നെ പാട്ടുകളുടെ ഗുണം കൊണ്ട്, പാട്ടുകൾ നന്നായതുകൊണ്ട് എല്ലാവരും ഒരുപാട് പേര് അന്വേഷിച്ച് വരും. ബാങ്ക്മെൻസിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ കേൾക്കണം എന്ന് വെച്ചാൽ അത് നല്ല പാട്ടുകളെ ഉണ്ടാവുള്ളൂ എന്നറിയാം. പിന്നെ അടുത്ത പാട്ട് മലയാളത്തിൽ സലിത ചെയ്തിരിക്കുന്ന പാട്ടുകൾ മിക്കവാറും മെയിൽ പാടിയിരിക്കുന്നതൊക്കെ യേശുദാസാണ്. അദ്ദേഹമാണ് മിക്കവാറും എല്ലാ പാട്ടുകളും. അപൂർവമായിട്ട് ജയേന്ദ്രനൊക്കെ പാടിയിട്ടുള്ളൂ. ജോളി എബ്രഹാമൊക്കെ ഓരോ പാട്ടുകൾ, 2 പാട്ടുകളൊക്കെ ഉള്ളൂ. യേശുദാസാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും ആ പൊട്ടൻഷ്യലും മനസ്സിലാക്കിയിട്ടായിരിക്കണം. ഹിന്ദിയിലും അദ്ദേഹം ചില ചാൻസസ് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 പാട്ടുകൾ, ഒന്ന് ആനന്ദമായുള്ള ഗാനം നിസഗമ, അത് പിന്നെ ഒന്ന് ചോട്ടി സി ബാത്തിലെ
ജാനമൻ ജാനിമനാണ് കൂടുതൽ പോപ്പുലർ ആയത്. ജാനമൻ കാരണം ഫിലിമും വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നെ അതിൻ്റെ ആ പിക്ചറൈസേഷൻ അതൊരു അസാധ്യ സംഭവമാണ്. ബസു ചാറ്റർജി എന്ന് പറയുന്ന ജീനിയസിൻ്റെ ആ ബ്രില്യൻസ്, അത് ആ സീൻ കണ്ടിട്ടുള്ളവർക്കറിയാം. അമൽ പലേക്കർ ഒരു ഫിലിം കാണുകയാണ്, ധർമ്മേന്ദ്ര ഹേമമാലിനിയും അഭിനയിക്കുന്ന ആ സീൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സങ്കല്പ ലോകത്തിലേക്ക് പോവുകയാണ്. അമൽ പലേക്കറും വിദ്യാസിനിയും കൂടി അത് പാടുന്നതായിട്ട് അവർ ബസ്സിലും ലിഫ്റ്റിലും ഒക്കെ പാടുന്നുണ്ട്. എൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പാട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇവർ പാടുന്നതായിട്ട് ഇവന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവരെ രണ്ടുപേര് പാടുന്നതൊന്നും, ഒരാൾ പാടുക അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്ന് ചെയ്താൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമല്ലോ. ഇതൊന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവർ പാടുന്നുണ്ട്, പാടിത്തമർക്കുകയാണ് രണ്ടുപേരും. അത് സാധ്യമായിട്ട് എടുത്തിട്ടുണ്ട് ആ പിക്ചറൈസേഷൻ അതിൻ്റെ ഒരു വലിയ പാർട്ടാണ്. പിന്നെ ആ പാട്ടും നല്ല രസമായിട്ട്, ഓഫ് കോഴ്സ് ഹിന്ദി ഡിക്ഷൻ്റെ ഇതൊക്കെ ഉണ്ടായിരിക്കാം, അറിയില്ല, എനിക്കറിയില്ല. സലിൽദ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാക്സോഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലത് ബർക്ക ബഹറ എന്നുള്ള പാട്ടില് വെസ്റ്റേൺ മ്യൂസിക് ഒന്നുമില്ല, വളരെ ഇന്ത്യൻ കൾച്ചറിന് യോജിക്കുന്ന വിധത്തിൽ. ബാക്കി ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിനോട് കൂടുതൽ, ഫോർ എക്സാമ്പിൾ R.D. ബർമൻ അല്ലേ, കൂടുതൽ റിതത്തിന്റെ ഡ്രംസും അതൊക്കെ ആയിട്ടുള്ള. സലിൽദൊക്കെ അങ്ങനെ തോന്നുന്നു. അതുപോലെ ലക്ഷ്മികാന്ത് പേരിൽ തബല, ഓപ്പൺ എയർ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിതം, കുതിര ഹോഴ്സ് റൈഡിങ്ങിന്റെ അതില് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല് ഇതുണ്ടാവും. അദ്ദേഹത്തിന്റെ ഈ പാട്ട് ഹിറ്റാവുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നല്ല പാട്ടായതുകൊണ്ട് മാത്രം ഹിറ്റാവണമെന്നില്ല. കാരണം റേഡിയോയിൽ അന്ന് കാലത്തൊക്കെ റേഡിയോ മാത്രമേ ഉള്ളൂ പാട്ട് കേൾക്കാനുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോയിലൊക്കെ എപ്പോഴും വരുന്ന പാട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഹിറ്റാവും. പിന്നെ വളരെ ഇതായിരുന്നു ഒന്നാണ് ബിനാക്ക ഗീത്മാല, ജനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഇത്. അതിൽ ടോപ്പ് വന്നു കഴിഞ്ഞാൽ പാട്ട് ക്വാളിറ്റി നല്ലതാണോ അല്ലയോ എന്നുള്ള ഇതില്ല. അതിൽ ടോപ്പ് വന്നാൽ ഈവൻ ഫിലിം ഫെയർ അവാർഡ്സ് പോലും ബാധിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതിലെ ടോപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഫിലിം ഫെയർ അവാർഡ് കൊടുക്കണ്ട, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ അതുപോലെ ചില പാട്ടുകളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഫിലിംസും ക്ലാസ് ഫിലിംസാണ്. ഇപ്പോൾ ദോ ബീഗ സമീൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഫിലിംസിലെ പാട്ടുകൾ വളരെ നല്ല പാട്ടുകളാണ്, അസാധ്യ പാട്ടുകളാണ്, പക്ഷേ അത്ര പോപ്പുലർ ആയിരിക്കില്ല. അതാണ് അങ്ങനെയുള്ളൊരു പാട്ടാണ് അന്നാദാദ എന്ന ചിത്രത്തിലെ ആ പാട്ട്. അതൊന്ന് ട്രൈ ചെയ്യാൻ മുകേഷ് പാടിയ, അങ്ങനെ റയറായിട്ട് കേട്ടിട്ടുണ്ടാവുള്ള ആൾക്കാർ. പക്ഷേ ഭയങ്കര ട്യൂണാ, വളരെ മെലഡിയസ് സോങ്ങാ. സോ ലെറ്റ് മീ ട്രൈ ചെയ്യാൻ. അത് അധികം അങ്ങനെ പാടാറില്ല. സോ ഐ ജസ്റ്റ് ടേക്ക് ദ ലിറിക്സ് ഓൾസോ. नैन हमारे सांझ सकारे देखे लाखों सपने, सच ये कहीं होंगे या नहीं कोई जाने ना, कोई जाने ना। यहाँ नैन हमारे सांझ सकारे देखे लाखों सपने, सच ये कहीं होंगे या नहीं कोई जाने ना, कोई जाने ना। यहाँ ഈ പാട്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ കമ്പോസിഷൻ. അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് നോട്ട് ചെയ്ത് ജയാബാദുരിയും അനിൽ ധവാനും കൂടെ അഭിനയിച്ച ഇത് സോങ് സീക്വൻസ് ആണ്. അതിൽ ജയബച്ചൻ വളരെ സിമ്പിൾ, വെരി ഇന്നസെന്റ് ലുക്കിംഗ്, ഒരു വളരെ യങ്ങുമാണ്.
സോ ദാറ്റ് സീൻ ഓൾസോ വാട്ട് ഇസ് റിയലി ഇങ്ങനെ ഫ്ലാഷ് ബാക്കിൽ വരുന്നത്. ദാറ്റ് ഇസ് പീപ്പിൾ ഷുഡ് നോ ഇങ്ങനത്തെ ഒരു പാട്ടും ഉണ്ട് മുകേഷ് പാടി വെച്ചത്. പാട്ടുകള് പാടണം, പാടണം. അങ്ങനെയുള്ള പാട്ടുകൾ നല്ല ഇമോഷനുള്ള സോങ് ആണ്. ആക്ച്വലി സലീൽദക്ക് സലീൽദാൻ്റെ കൊണ്ട് ഞാൻ മുകേഷിക്ക് ഒറ്റൊരു അവാർഡാണ് നാഷണൽ ലെവലിൽ കിട്ടിയത്. അത് കൈ ബാർ യൂ ഹി ദേഖാ ഹെ ഫിലിം രജനീകാന്ത. സോ ദാറ്റ് വാസ് എ വണ്ടർഫുൾ കമ്പോസിഷൻ. തീർച്ചയായിട്ടും അസാധ്യ കമ്പോസിഷനാണ്. സലീൽദ കിഷോർ കുമാറിനെ കൊണ്ടൊക്കെ പാടിക്കുന്ന അവസാന കാലഘട്ടത്തിലാണ് മേരെ അപ്പനയില് ആ ഫിലിമൊക്കെ ആ പാട്ടൊക്കെ പാടിക്കുന്നത്. അതുവരെ അദ്ദേഹം എന്ന് വെച്ചാൽ മുകേഷ്, റാഫി, തലത്ത് അങ്ങനെ ആ ഒരു ഇതിലാണ് നിന്നിരുന്നത്. അവസാനമാണ് ഇപ്പോൾ കിഷോറിനെ കൊണ്ട് വളരെ മുമ്പേ പാടിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് പിന്നെ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള പാട്ടാണ് ഒന്നാനാം കുന്നിന്മേൽ. അതിൻ്റെ ഹിന്ദി ഉണ്ട്, ചോട്ടാ സാഗർ ഹോഗ. ആ പാട്ട് പാടാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കിഷോർ ആക്ച്വലി ബെഗ് ചെയ്തെന്ന് പറയുന്നത് ഇവരുടെ അടുത്ത്. കാരണം അന്ന് കിഷോർ വലിയ സിംഗറല്ല, ആക്ടറാണ്, സിംഗറല്ല. പിന്നീട് അവസാന കാലമായപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ ചില പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും മുകേഷ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഞാൻ എന്താ കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീൽദ ആൻഡ് ഹേമന്ത് കുമാർ വെർ വെരി ക്ലോസ്. ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ പാട്ടുകളുണ്ട്. ആക്ച്വലി ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ടൈം ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ഹേമന്തിൻ്റെ പാട്ടുകളും സൂപ്പർ സോങ്ങാണ്. Actually, when Hemanta expired, ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ എന്തോ ഒന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് സലീൽദ ടോൾഡ് ദാറ്റ് ഇഫ് ഗോഡ് വാണ്ടഡ് ടു സിങ് എ സോങ് ഹി വുഡ് ഹവ് സങ് ഇറ്റ് ഇൻ ഹേമന്ത് കുമാർസ് വോയിസ്. അത്രക്കും അതായിരുന്നു, മനസ്സിലായില്ലേ? വെൻ മുകേഷ് ഡൈഡ് രാജ് കപൂർ ടോൾഡ് ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ വോയിസ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഒരു സംഭവം. പിന്നെ ഈ ബോളിവുഡ് ആണ് നമ്മൾ എപ്പോഴും മുന്നിൽ കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ബോളിവുഡിലെ ആദ്യകാലത്തെ സിംഗേഴ്സ്, ആക്ടേഴ്സ് എല്ലാം ഒന്നുകിൽ ബംഗാൾ അല്ലെങ്കിൽ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പഞ്ചാബല്ല, അന്ന് പാകിസ്ഥാനും കൂടിയുള്ള പഞ്ചാബ്, അവിടുന്ന് വന്നിട്ടുള്ളവരാണ് ആക്ടേഴ്സ്. ദിലീപ് കുമാർ, മറ്റവരെല്ലാം. അതുപോലെ സിംഗേഴ്സ് ഇവിടുന്ന് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സലീൽദ, സച്ചിൻ ദേവ് ബർമൻ, പിന്നെ ഒരുപാട് കിഷോർ കുമാർ യു പി ആണ്, മധ്യപ്രദേശ് യു പി. എല്ലാവരും ആ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അല്ലാതെ ഈ മഹാരാഷ്ട്ര, ബോംബെ എന്നുള്ളവരല്ല സിംഗേഴ്സ് ഒന്നും. ഇൻഡസ്ട്രി ഏതായതുകൊണ്ട് അവിടെ വന്നിട്ട് സെറ്റിൽ ചെയ്യുന്ന. So being the last song of the evening, let us take that song. തീർച്ചയായിട്ടും. കൈ ബാർ യൂ ഹി ദേഖാ ഹെ, മുകേഷിന് അവാർഡ് കിട്ടിയ സോങ്. അത് പാടാതിരിക്കുന്നത് ശരിയല്ല. So let's sing the song കൈ ബാർ യൂ ഹി ദേഖാ ഹെ. अनजानी आस के पीछे मन दौड़ने लगता है. कई बार यूं भी देखा है ये जो मन की सीमा रेखा है, मन तोड़ने लगता है. राहों में
के पीछे, अनजानी आस के पीछे मन दौड़ने लगता है। जानू ना जानू ना उलझन ये, जानू ना सुलझाऊं कैसे कुछ समझ न पाऊं, किसको मीत बनाऊं, किसकी प्रीत भुलाऊं। कई बार यूं भी देखा है ये जो मन किसी मरेखा है, मन तोड़ने लगता है। अनजानी प्यास के पीछे, अनजानी आस के पीछे मन दौड़ने लगता है। देखा है ये जो मन किसी मरेखा है, मन तोड़ने लगता है। अनजानी प्यास के पीछे, अनजानी आस के पीछे मन दौड़ने लगता है। James Ada, so this was a very lovely song. Very nice. അതിനുണ്ട് Nice song. മുകേഷ് ദക്ക് ഒരു അവാർഡും കിട്ടി. തീർച്ചയായിട്ടും. സോ Deserving award. Deserving award. പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മളെ ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഈ മഹാനായ ഒരു കലാകാരന് വേണ്ടി ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം. ആക്ച്വലി എനിക്ക് ഒരു ലാസ്റ്റ് മൂമെന്റിലാണ് സ്ട്രൈക്ക് ചെയ്തത്, ഇന്നലെയാണ് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഇത് ഒരു ഐഡിയ ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് അതാക്കി നിങ്ങളെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത്. ഗോപിക താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ജെയിംസ് ആട്ടം ഉള്ളതുകൊണ്ട് പിന്നെ പാട്ടും തെറ്റിയിട്ട് പിന്നെ ആ ഹോംവർക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. ഓക്കെ, ഈ നല്ലൊരു സായാഹ്നം സലിതയുടെ പേരിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന നയനങ്ങൾ എനിക്ക് ഭയങ്കര താങ്ക് യു പറയുന്നു. ഇതൊരു വണ്ടർഫുൾ സെഷനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആകെ മൊത്തം നല്ലൊരു മ്യൂസിക്കൽ എന്താ പറയുക ഈവനിങ് ആയിരുന്നു. സലിതയുടെ പാട്ടുകളൊക്കെ പാടാൻ പറ്റുകയെന്ന് പറയുന്നത്, ഇക്കാലത്ത് പാടാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. സോ താങ്ക് യു. എല്ലാവരും ഈ ഒരു ഇവൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.